മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് ഇന്നു മുതൽ തമിഴ്നാട്ടിലെ ജലസേചനത്തിനായി വെള്ളം തുറന്നുവിടും. തേനി ജില്ലയിലെ കമ്പത്തുള്ള 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാം ഘട്ട നെൽകൃഷിക്ക് വേണ്ടിയാണ് വെള്ളം ഒഴുക്കുന്നത്. തേക്കടിയിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ഷട്ടർ ഉയർത്തുക. സജോ ദേവസിയുണ്ട് വിശദാംശങ്ങളുമായി. സജോ, സാധാരണ ജൂൺ ആദ്യമൊക്കെ ഷട്ടർ തുറന്ന വെള്ളം ഒഴുക്കിവിടുന്നതാണ്. പക്ഷേ ഇപ്പോഴിതാ ഓഗസ്റ്റ് ആയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ മഴ കുറഞ്ഞത് മൂലമാണോ ഇപ്പോൾ ഷട്ടർ തുറക്കാൻ താമസിച്ചത്? എന്തൊക്കെ പൂജകളാണ്, ഒപ്പം നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത് സജോ? കീർത്തന, ഗുഡ് മോർണിംഗ്. സാധാരണഗതിയിൽ തമിഴ്നാട്ടിലെ തേനി ജില്ല അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളമാണ് കൊണ്ടുപോകുന്നത് ജലസേചനത്തിനായി, കൃഷിക്കായി ഒക്കെ. പക്ഷേ ഇത്തവണ ജൂണിൽ അവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ ആരംഭിക്കുന്നതായിരുന്നു. പക്ഷേ ഇത്തവണ അതിന് സാധിച്ചില്ല. കാരണം മഴയുടെ ലഭ്യതക്കുറവ്, മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയുടെ അളവ് കുറഞ്ഞത്, അണക്കെട്ടിൽ ശേഖരിക്കുന്ന ജലത്തിന്റെ അളവിൽ കാര്യമായ കുറവ് സംഭവിച്ചതൊക്കെ കൊണ്ട് അങ്ങോട്ടേക്ക് ജലം കൊണ്ടുപോകുന്നതിൽ വലിയ പ്രതിസന്ധി നേരിട്ടു. അതോടുകൂടി തന്നെ ആ മേഖലയിലെ തമിഴ്നാട്ടിലെ ഹെക്ടർ കണക്കിന് കൃഷിയെ അത് കാര്യമായി ബാധിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇത്തവണ പക്ഷേ മഴ കാര്യമായി ഈ ചുരുങ്ങിയ ഇടവേളയിൽ ലഭ്യമായതോടുകൂടിയാണ് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള തീരുമാനം ആയിരിക്കുന്നത്. ഇന്നൊരു 10 മണിയോടുകൂടി അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വെള്ളം കനാൽ വഴി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും. അതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. തേക്കടിയിൽ പ്രത്യേക പൂജകൾക്കൊക്കെ ശേഷമായിരിക്കും തമിഴ്നാട്ടിലേക്ക് ജലം കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമാവുക. എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പ്രത്യേക കനാൽ വഴി വെള്ളം കൊണ്ടുപോവുക. തേനിയിലെ ഏതാണ്ട് ഒരു 14,000-ലധികം ഏക്കർ വരുന്ന കൃഷിഭൂമിയിലേക്കാണ് പ്രാഥമികമായി ജലം കൊണ്ടുപോവുക. അതിനാവശ്യമായ ഒരു സ്റ്റോറേജ് ഇപ്പോൾ ഉണ്ട് എന്നതാണ് വിലയിരുത്തൽ. നേരത്തെ കഴിഞ്ഞ തവണയടക്കം ഇവിടെ കേരളത്തിലെ മഴ, പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലുള്ള മഴ എന്നത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം, ആ മേഖലയിലുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതൊക്കെയാണ്. ഇതിനിടെ ഡാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരം വിവാദങ്ങൾ നമുക്ക് അറിയാവുന്നതുമാണ്. അതിനിടെയാണ് അവർ വെള്ളം തമിഴ്നാട്ടിലേക്ക് ഷട്ടർ തുറന്ന് ഒഴുക്കുന്നത് എന്നൊരു സവിശേഷത കൂടിയുണ്ട്. ഏതായാലും കേരളത്തിലും മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലും ലഭിച്ച മഴ തമിഴ്നാട്ടിലെ കർഷകർക്ക് കൂടി ആശ്വാസമാകുന്നു. പ്രത്യേകിച്ച് തമിഴ്നാടിനെ സംബന്ധിച്ച് കാവേരി ജലം അടക്കമുള്ള കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമൊക്കെ നിൽക്കുന്നുണ്ട്. ഏതായാലും കേരളത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ മുല്ലപ്പെരിയാറിലെ ജലമാണ് കർഷകർക്ക് വലിയ ആശ്വാസമാകുന്നത്. ഒടുവിൽ കേരളത്തിൽ അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ ലഭ്യമായ മഴ തമിഴ്നാട്ടിലെ കർഷകർക്ക് കൂടി ആശ്വാസമായി മാറുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശരി, സജോ ദേവസിയാണ് വിശദ വിവരങ്ങൾ നൽകിയത്.